മാവേലിക്കര തട്ടാരമ്പലം VSM ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതി മരിക്കുകയും തുടർന്ന് ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ വൻ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്ത സംഭവത്തിൽ യുവതിയുടെ പോസ്റ്റ്മോർട്ടം നടപടി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നു. അണ്ഡാശയമുഴ നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്കിടെ കറ്റാനം ഭരണിക്കാവ് വടക്ക് വട്ടപ്പണത്തറയിൽ രജീഷിന്റെ ഭാര്യ തന്നെയാണ് മരിച്ചത്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ബോർഡ് രൂപീകരിച്ച് സംഭവം അന്വേഷിക്കാമെന്ന ഉറപ്പിനെ തുടർന്നാണ് സ്ഥിതി ശാന്തമായത്. മാവേലിക്കര തട്ടാരമ്പലം VSM ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതി മരിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ പ്രതിഷേധവുമായി എത്തി സംഘർഷമുണ്ടായ സംഭവത്തിൽ യുവതിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ഭരണിക്കാവ് വടക്ക് വട്ടപ്പണത്തറയിൽ രജീഷിന്റെ ഭാര്യ ധന്യയാണ് ശസ്ത്രക്രിയയ്ക്കിടെ മരിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12ഓടെയായിരുന്നു സംഭവം. അണ്ഡാശയത്തിലെ മുഴ നീക്കം ചെയ്യുവാനുള്ള ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് ധന്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ നടത്തുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. ചേർന്നിരുന്ന 2 കുടലുകൾ അകത്തവേ രക്തസ്രാവം ഉണ്ടായെന്നും തുടർന്ന് വയറു തുറന്നുള്ള ശസ്ത്രക്രിയ നടത്തി രക്തസ്രാവം പരിഹരിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നുവെന്നും ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാർ പറഞ്ഞു. സംഭവത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ പോലീസിന് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്തു. ബന്ധുക്കൾ പ്രതിഷേധവുമായി എത്തിയതിനെ തുടർന്ന് MS അരുൺകുമാർ MLA, നഗരസഭാംഗം C സുരേഷ്, ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CB വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഗോശാലൻ, മുൻ നഗരസഭാ ചെയർമാൻ KR മുരളീധരൻ, മാവേലിക്കര ഇൻസ്പെക്ടർ ശ്രീജിത്ത് എന്നിവർ ബന്ധുക്കളുമായി ചർച്ച നടത്തി. ആലപ്പുഴ DMOയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ബോർഡ് രൂപവൽക്കരിച്ച് വിഷയം അന്വേഷിക്കണമെന്ന് MS അരുൺകുമാർ MLA ബന്ധുക്കളെ അറിയിച്ചു. ഹരിപ്പാട് കുമാരപുരം എരിക്കാവ് തൂപ്പിൽ ശശി നിവാസിൽ ശശിയുടെയും ഗീതയുടെയും മകളാണ് ധന്യ. ശസ്ത്രക്രിയയ്ക്കിടെ രോഗി മരിച്ച സംഭവത്തിൽ ചികിത്സിച്ച ഡോക്ടറുടെ ഭാഗത്തു നിന്നും യാതൊരു പിഴവും അശ്രദ്ധയും ഉണ്ടായിട്ടില്ലെന്നാണ് VSM ആശുപത്രി അധികൃതർ ആവർത്തിക്കുന്നത്. CDNet ന്യൂസ്, കായംകുളം.